ഹലോ, അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാൽ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1.5 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ നമുക്കിതിലേക്ക് 1 സ്പൂൺ തന്നെ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നാരങ്ങയുടെ നീര് 1 സ്പൂണിനടുത്ത് മതിയാകും കേട്ടോ. നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ മസാലകളെല്ലാം കൂടി ചിക്കനിലോട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് പൊതുവേ ബോൺലെസ് ചിക്കനാണ് എടുക്കുന്നത്. നമ്മുടെ കയ്യിൽ ഇപ്പം ബോൺലെസ് ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഉള്ളതുപോലെ എടുക്കാം കേട്ടോ. അപ്പോൾ ഈ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കണം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഇതാ ഒരു പാനിലോട്ട് നമ്മൾ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടറിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ, നമുക്ക് താല്പര്യമുള്ള അത്രയും ഇട്ട് കൊടുക്കാമേ. അപ്പോൾ അതൊന്ന് ഉരുകി വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു 10-12 എടുക്കാം. നമ്മുടെ കാഷ്യൂ നട്ട് ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുകയാണ്, അണ്ടിപ്പരിപ്പ് അതിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അത്യാവശ്യം വലിയ സവോളയാണ്, അതൊന്ന് ക്യൂബായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് നമുക്ക് ഭയങ്കരമായിട്ടൊന്ന് വഴറ്റിയെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മാത്രം മതി, അല്ലാതെ ഒരുപാടിട്ടൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്താലും മതി സവോള. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ, അതും നമ്മൾ ഒരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയൊക്കെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 1 ടീസ്പൂണിനടുത്ത് നല്ല ജീരകം, നമ്മൾ തോരനൊക്കെ എടുക്കുന്ന ജീരകം ഉണ്ടല്ലോ, ആ ജീരകം അങ്ങിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 2 സ്പൂണിനടുത്ത് മുളക് പൊടിയാണ്, എരിവൊക്കെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ഗരം മസാലയാണ്, അതും 1 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീടും ചേർത്ത് കൊടുക്കാമേ. എന്നിട്ട് ആ മസാലയൊക്കെ ഒന്ന് നല്ലതുപോലെ പിടിക്കുന്ന രീതിയിലൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തിരുന്നാൽ മതിയാവുമേ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 3 വലിയ തക്കാളിയാണ് കേട്ടോ, അത്യാവശ്യം പഴുത്ത തക്കാളി തന്നെ എടുക്കാനായിട്ട് നോക്കണേ. അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കാം. ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ അതവിടെ ഇരുന്നാവുന്ന സമയത്ത് നമുക്ക് ആ ചിക്കനൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് വീണ്ടും ഒരു പാനിലോട്ട് നമ്മൾ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടറിൻ്റെ അളവൊക്കെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാമേ. അപ്പോൾ ബട്ടറൊക്കെ നന്നായിട്ട് ഉരുകി വരുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ചിക്കനൊക്കെ നമ്മൾ ഓരോന്നായിട്ട് അങ്ങിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ബട്ടറിൽ കിടന്നിട്ട് ചിക്കൻ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം. അപ്പോൾ ഞാനത് മുഴുവൻ അതിലിട്ടങ്ങ് ഫ്രൈ ചെയ്തെടുക്കാൻ പോകണം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറേശ്ശെയായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം, അതൊക്കെ നമ്മുടെ താല്പര്യം അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാമേ. അത് അവിടെ ഇരുന്നാവുന്ന സമയം കൊണ്ട് നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വഴന്ന് അത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇളക്കി നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടിയിരുന്നാൽ മതിയാവും കേട്ടോ. ഇനി നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്ത് അങ്ങ് അടച്ച് മാറ്റി വയ്ക്കാം. ഇത് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണേ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമ്മുടെ ചിക്കനൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി, ഒരുപാട് അങ്ങ് ഡീപ്പ് ഫ്രൈ ഒന്നും ആക്കണ്ട. ഈ ഒരു രീതിയിൽ അങ്ങ് ചെയ്തിരുന്നാൽ മതിയാവും കേട്ടോ. ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചിക്കൻ. അപ്പോൾ നമുക്ക് ഇത് അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആ മസാലയൊക്കെ വഴറ്റിയ ആ ഒരു പാത്രത്തിലോട്ട് തന്നെ നമ്മൾ അരച്ച് വെച്ച് നമ്മുടെ തക്കാളി അതുപോലെ സവോളയൊക്കെ ഉണ്ടല്ലോ, കാഷ്യൂ നട്ടൊക്കെ എല്ലാം കൂടിയിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണിത്. അത് നമുക്ക് ആ ഒരു പാനിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാമേ. ഇട്ട് കൊടുക്കാമല്ല, ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല തിക്കായിട്ട് തന്നെയാണ് നമ്മളിവിടെ അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ഒരു തിക്ക് ഗ്രേവി ആയിട്ടാണ് നമ്മുടെ ബട്ടർ ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം ഒരുപാട് അങ്ങ് ചേർത്ത് കൊടുക്കണ്ട, പിന്നെ നമ്മുടെ താല്പര്യം അനുസരിച്ച് എത്ര വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം.
അപ്പോൾ ഇതാ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാമേ. അപ്പോൾ ചിക്കനൊക്കെ മുഴുവനായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ബട്ടർ കൂടി ഇതിൻ്റെ പുറമേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് താല്പര്യം ഉണ്ടെങ്കിൽ മതി കേട്ടോ. അപ്പോൾ ആ ബട്ടറൊക്കെ അതിലേക്ക് ഉരുകി ചേർന്ന് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ കസ്തൂരി മെത്തി ഉണ്ടല്ലോ, അതൊക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മതി. ഞാനിത് രണ്ടും ചേർത്തിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇതിനായിട്ട് അത് വാങ്ങിച്ച് വയ്ക്കണമെന്ന് ഇല്ല കേട്ടോ. ഫ്രഷ് ക്രീമൊക്കെ നമ്മൾ ഇതിനായിട്ട് വാങ്ങിച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വെറുതെ ഇരുന്ന് അങ്ങ് പോവും. അപ്പോൾ അതുകൊണ്ട് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫ്രഷ് ക്രീം വാങ്ങിക്കണമെന്ന് ഞാൻ പറയില്ല കേട്ടോ. അല്ലാതെ തന്നെ നമ്മുടെ ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുമേ. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. അതേപോലെ കസ്തൂരി മേത്തിയും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. അപ്പോൾ നമ്മളിതാ കുറച്ച് നമ്മുടെ മല്ലിയില ഉണ്ടല്ലോ, അതും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. കസ്തൂരി മേത്തി എന്ന് പറയുന്നത് നമ്മുടെ ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതാണല്ലോ. അപ്പോൾ അതിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉലുവ വറുത്തിട്ട് പൊടിച്ച് ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ച് 2-3 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നമ്മൾക്ക് എന്തിൻ്റെ കൂടെ കഴിക്കാനാണ് ഇഷ്ടം അതിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയത് ഇത് നല്ല ചൂട് പൊറോട്ടയുടെ കൂടെ കഴിക്കാനും അതുപോലെ നമ്മുടെ നാൻ ഉണ്ടല്ലോ അതിൻ്റെ കൂടെ കഴിക്കാനും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും ഒക്കെയാണ് ഇത് അടിപൊളിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് എന്തിൻ്റെ കൂടെയൊക്കെയാണ് കഴിക്കേണ്ടതെന്നുള്ളത് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ നമ്മുടെ താല്പര്യം അനുസരിച്ച് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാമേ. പിന്നെ കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് പൊറോട്ടയുടെ കൂടെ കഴിക്കാനാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അതുപോലെ ഈ ഒരു ബട്ടർ ചിക്കനും ഇടയ്ക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കണേ, ഇഷ്ടമാവും. ഓക്കെ, താങ്ക്